ടാൻസാനിയയിലെ ഒരു സുഹൃത്തിൻ്റെ ക്ഷണപ്രകാരമാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. കവാടത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു സംഘം ആളുകൾ ഒരു പ്രത്യേകതരം ചടുല നൃത്തം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള വേഷവിധാനങ്ങൾ. എല്ലാവരും ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ തനിമ നിലനിർത്തുന്ന തരത്തിലുള്ള തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേകതരം സംഗീതവും താളവും ചലനവും. 8-10 പേർ ചേർന്ന് ഒരു സംഘനൃത്തം തന്നെ നടത്തുകയാണ്. ചുറ്റും ധാരാളം ആളുകൾ കണ്ട് ആസ്വദിക്കുന്നുമുണ്ട്. വളരെയേറെ അനുഭവ സമ്പത്തും പ്രത്യേക പരിശീലനം നേടിയവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള നൃത്തങ്ങളിൽ പങ്കെടുക്കാനാവൂ. അസാമാന്യമായ മേഴ്വഴക്കവും വേഗതയും ഈ നൃത്തത്തിൻ്റെ ഒരു മികവ് തന്നെ. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഇത്തരം നൃത്ത പരിശീലന പരിപാടികളിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്നാണ് ഇവിടുത്തെ നിയമം. അരക്കെട്ടിളക്കിയുള്ള ഒരു പ്രത്യേകതരം ചലനം എല്ലാവരിലും കാണാം. മാത്രമല്ല എല്ലാവരും കൂളിംഗ് ഗ്ലാസ് ധരിച്ചിട്ടുണ്ട്. ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ചലന മികവ് തന്നെയാണ് എല്ലാ കലാകാരന്മാരിലും ദർശിക്കുന്നത്. ധാരാളം ആളുകൾ ചുറ്റുനിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതൊരു റിസോർട്ടാണ്. അവധിക്കാലം ചിലവഴിക്കാനും മറ്റും ആഘോഷ പരിപാടികൾക്കുമാണ് ആളുകൾ ഇവിടെ തിരഞ്ഞെടുക്കുക. ഇവരുടെ ആഘോഷങ്ങളിൽ ഇത്തരം നൃത്ത പരിപാടികൾ നിർബന്ധമാണ്. നൃത്തം ഇവർക്ക് ഭക്ഷണം പോലെ തന്നെ പ്രധാനമാണ്. ടാൻസാനിയയിലെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ വക്താവും വളരെ വലിയൊരു കൃഷ്ണഭക്തനുമായ മിസ്റ്റർ സ്പിൽബർഗ് ഈ നൃത്തത്തിൻ്റെ രൂപഭാവങ്ങൾ വളരെ ആത്മാർത്ഥമായും സൂക്ഷ്മതയോടും എല്ലാവരോടും വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും മധ്യ പൂർവേഷ്യ, യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങൾ, ചില ആഫ്രിക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഈ നൃത്തത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഇന്നും നടന്നുവരുന്നു. കായലിനോട് ചേർന്നുള്ള ഒരു അവധിക്കാല നിർമ്മിതിയാണിത്. ഇതിനകത്തും വെളിയിലുമായി ധാരാളം കുടുംബങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും ആഘോഷത്തിൻ്റെ തിരക്കിലാണ്. അല്പം അകലെ മാറി ധാരാളം കുട്ടികൾ മറ്റു തരത്തിലുള്ളൊരു നൃത്തം ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് നടന്നു. കുട്ടികളുടെ കലാപരിപാടികൾ വിവിധ തലങ്ങളിൽ നടന്നുവരുന്നു. അത് കണ്ട് ആസ്വദിക്കാൻ ധാരാളം രക്ഷകർത്താക്കൾ ഇവിടെ കൂടിയിട്ടുണ്ട്. ഈ റിസോർട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം കലാപരിപാടികൾ അരങ്ങേറുന്നുണ്ട്. വളരെ മികവാർന്ന രീതിയിലാണ് ഈ കുട്ടി ഇവിടെ നൃത്തം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ടിരുന്ന ട്രഡീഷണൽ നൃത്തത്തിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ കുട്ടി നൃത്തം ചെയ്യുന്നത്. ഇത് വളരെ വ്യത്യസ്തമായ ഒരു നൃത്തമാണെന്ന് സ്പിൽബർഗ് എന്നോട് പറഞ്ഞു. ഈ കുട്ടി ധാരാളം പരിശീലന കളരികളിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ട നൃത്ത കലാകാരന്മാർ വേറെ പ്ലാനുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത നൃത്ത രംഗത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ഇവിടെ ഒരു കുട്ടി മനോഹരമായി പാട്ട് പാടുന്നു. ഒപ്പം നേരത്തെ നമ്മൾ കണ്ട കലാകാരന്മാർ വടംവലി മത്സരത്തിന് തയ്യാറാവുകയാണ്.
ഈ കലാകാരന്മാർ വ്യത്യസ്ത മേഖലയിൽ മികവ് പുലർത്തുന്നവരാണ്. എന്തു തന്നെ ഏറ്റെടുത്താലും വിജയം കാണും വരെ അത് ചെയ്തുകൊണ്ടിരിക്കും. ഈ കാണുന്നത് ഇവരുടെ കുടുംബ അംഗങ്ങളാണ്. ഈ വിശാലമായ റിസോർട്ടിൽ ഇവർക്കുള്ള ഭക്ഷണവും നൽകിയിരുന്നു.